ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്ട് ചെമ്പ് വെച്ച് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കും ഇത് ദം ബിരിയാണിയോ വല്ല മന്തി ബിരിയാണി ഐറ്റംസ് ആണെന്ന് വിചാരിക്കും. പക്ഷേ അതൊന്നല്ല ഗൈസ്, ഇത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ ഇതാണ്ട് ഈ കൈ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലായി കാണും, മഞ്ഞൾ വെച്ചുള്ള ഒരു ഐറ്റമാണ്. അതായത് നമ്മൾ വീട്ടിൽ കുറച്ച് അധികം മഞ്ഞൾ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് മഞ്ഞൾ കിളച്ചി എടുത്തതിന് ശേഷം ഇതുപോലെ പുഴുങ്ങും. ഓക്കെ, നന്നായിട്ട് പുഴുങ്ങും ഗൈസ്. അപ്പോൾ ഈ പോർഷൻ തൊട്ട് ഇവിടം വരെ മഞ്ഞളാണ്, അടിയിൽ മാത്രം കുറച്ച് വെള്ളം ഇട്ടിട്ട് ബാക്കി ഇത്രയും നമ്മൾ പുഴുങ്ങും. ഓക്കെ, അപ്പോൾ പുഴുങ്ങുന്നതിൻ്റെ ആ പുക പറക്കുന്നത് കണ്ടോ? അങ്ങനെ ഈ പുകയും ഒക്കെ കൊണ്ട് ഇവിടെ നിൽക്കുവാണ് ഗൈസ്. അങ്ങനെ ഒരു ട്രിപ്പ് ഇത് അടച്ച് വെച്ചിട്ട് രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഇതിങ്ങനെ കുത്തി നല്ല ടൈറ്റാക്കി കൊടുക്കും ഗൈസ്. നല്ല ടൈറ്റായിട്ടിരിക്കണം എന്നാണ് വാപ്പ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കാണ് വാപ്പയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കാം, നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് നല്ല വെയിറ്റ് വെച്ചിരിക്കുന്നത് വെച്ചാൽ ഒരു രീതിയിലും ആവി പുറത്തു പോയി ഗൈസ്. ഞങ്ങൾ അപ്പോൾ ഭയങ്കര പെർഫെക്റ്റാണ് കേട്ടോ, ഒരു രീതിയിലും ഒന്നും പുറത്തു പോകാൻ പാടില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് ഫുൾ ആവിയൊക്കെ കൊണ്ട് അത് പുഴുങ്ങി നല്ല സെറ്റപ്പായിട്ട് എടുക്കാൻ വേണ്ടിയാണ് ഗൈസ്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഞാൻ വാപ്പയുടെ ഹെൽപ്പറാണ് കേട്ടോ ഗൈസ്, ബാലവേലയാണ് ഗൈസ്. അങ്ങനെ ഇത് ഫുൾ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് എടുത്തപ്പോഴത്തേക്കും അത്യാവശ്യം പുഴുങ്ങി അതിൻ്റെ ഒരു പരുവം ഉണ്ടല്ലോ അതെത്തിയെന്ന് വാപ്പ പറഞ്ഞു. അപ്പോൾ പരുവം എത്തിയോ എങ്ങനെയാണെന്ന് അറിയുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഓരോ പീസ് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ നമ്മൾ കൈ വെച്ചാൽ ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അതിലിങ്ങനെ നമ്മൾ ആ ഒരു പശയുടെ സംഭവം ഇങ്ങനെ വരണം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് വീഡിയോയിൽ അത് കിട്ടിയിട്ടില്ല കേട്ടോ, അതാണ് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ആ ഒരു ക്ലിപ്പ് എങ്ങനെയോ അത് നഷ്ടപ്പെട്ടു പോയി, കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഇതിങ്ങനെ പുഴുങ്ങി ഫുൾ ആ നല്ല ഒരു ആഴത്തിൽ ഈ മഞ്ഞളുണ്ട് ഗൈസ്. അപ്പോൾ അത് വാപ്പ എവിടെ വരെ ഉണ്ടെന്ന് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല ഗൈസ്. ഇത് ഫുൾ കട്ടിയായിട്ടുള്ള സാധനങ്ങൾ അരിയലായിരുന്നു എൻ്റെ മെയിൻ പണി. അപ്പോൾ അത് അങ്ങനെ വാപ്പ അത് കുഴിച്ച് അതിനകത്ത് നിന്ന് എടുത്തതാണ് ഗൈസ്. അതെടുത്തിട്ട് നമ്മളിത് ചെക്ക് ചെയ്യാൻ വരുവാണ് കേട്ടോ, ഇത് ആ ഒരു കറക്റ്റ് പുഴുങ്ങിയോ ആ ഒരു പരിവ് എത്തിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തുകൊണ്ട് വരുവാണ്. നമ്മളിത് ഭയങ്കര ചൂടാണ് ഗൈസ്. അത് നമ്മളിത് കൈകൊണ്ട് തുറണ്ട, കുഞ്ഞി പിള്ളേരൊന്നും തുറണ്ട, വലിയവർ അതൊക്കെ ചെയ്തോളും. അങ്ങനെ ഇത് നോക്കുമ്പോഴത്തേക്കും അപ്പോൾ പറഞ്ഞു ഇത് കണ്ട പിഞ്ചായതുകൊണ്ട് ഇത് കറക്റ്റ് പരുവ് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇത് ആ ഒരു പരുവ് എത്തിയോണ്ട് തന്നെ എല്ലാം കോരി നമ്മൾ വേറെ കൊട്ടയിലോട്ട് ഇടുവാണ് ഗൈസ്. ഇനി കൊട്ടയിലോട്ട് ഇട്ടിട്ടാണ് ബാക്കി പരിപാടി കിടക്കുന്നത്. അപ്പം ഇത് വാപ്പ അങ്ങോട്ട് ഇടാൻ പോകുന്ന ടൈമിൽ വാപ്പ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതൊന്ന് നോക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് നോക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ച് എനിക്കൊന്നും കാണാൻ പറ്റില്ല ഗൈസ്. സംഭവം നല്ല ചൂടായിരുന്നു കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അവിടെ വെച്ചു. പിന്നെ ഞാനാണ് ഗൈസ് പിന്നെയുള്ള കോരലൊക്കെ ഞാനാണ് കോരിയത്. പിന്നെ ഇതിൻ്റെ അടിയിൽ നെറ്റ് വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ മാവല ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മഞ്ഞൾ എല്ലാം ഇട്ട് പുഴുങ്ങുന്നത് കേട്ടോ. കാരണം അത്രയ്ക്ക് പവറാണ് ഗൈസ് ഈ പുക അടിച്ച് ഫുൾ ആവി അടിച്ച് ഇത് ഫുൾ നന്നായിട്ട് അതിൻ്റെ പരുവം എത്തുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരുവാണ് നിങ്ങൾക്ക്. അടിയിൽ ഇപ്പോൾ ഇച്ചിരി പോർഷൻ വെള്ളമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇത് ഫുൾ ഞാൻ ക്ലിയർ ചെയ്ത് സെറ്റപ്പാക്കി എടുത്ത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് വാപ്പ അത് ഫുൾ വെയിലെത്തും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ വെയിലും ചൂടിലൊക്കെ അത് നൈസായിട്ട് പെട്ടെന്ന് ബഡേ ഒരു 2 ദിവസം മതി ഗൈസ് ഇവനന്മാരെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് നല്ല കട്ടി പീസുകളുണ്ടായിരുന്നു കേട്ടോ, മീൻസ് നല്ല വണ്ണമുള്ള മഞ്ഞളുണ്ടായിരുന്നു. അപ്പോൾ ആ ഐറ്റംസ് ഒന്നും നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് അതൊന്നും ഈ ഉണങ്ങി കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കുറേ പീസുകളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ കുറേ ഐറ്റംസ് ഭയങ്കര ബിഗ് ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചു കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട് കൊള്ളാം ഗൈസ്. ഇതൊക്കെ ഞാൻ കുറേയൊക്കെ വാപ്പയും കുറച്ചൊക്കെ ഞാനുമൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഒരു വൈബ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഒരു 2, 3, 4 ദിവസത്തെ ഉണക്കിന് ശേഷമുള്ളതാണ് ഗൈസ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിനെ കണ്ടല്ലേ എന്തൊരു ഭംഗിയുള്ള ഐറ്റമായിരുന്നു, ഉണങ്ങി അങ്ങ് ചുണ ആയിപ്പോയി ഗൈസ്. അങ്ങനെ ഇവന്മാരുടെ ഭയങ്കരമായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ പൊട്ടിച്ച് കാണിക്കുന്ന സൗണ്ടൊക്കെ ഉണ്ട്, ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര ഉണങ്ങിയോണ്ട് ഭയങ്കര ശക്തി എടുത്ത് പൊട്ടിച്ച് പോകുകയാണ് ഗൈസ്. അപ്പം കൊള്ളാം, അടിപൊളിയായിട്ടാണ്. ഇനി ഇത് നമുക്ക് വേണ്ടുന്ന അനുസരിച്ച് ആർക്കെങ്കിലും വേണമെങ്കിലാണെങ്കിൽ നമ്മളിത് പൊടിച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പം എന്തായാലും ആർക്കെങ്കിലും നല്ല ഫ്രഷ് ഓർഗാനിക് മഞ്ഞപ്പൊടിയൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കേട്ടോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് കൊറിയറൊക്കെ ചെയ്തു തരാം. അപ്പോൾ എന്തായാലും ഇങ്ങനത്തുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും അതൊക്കെ ഒന്ന് പറ ഗൈസ് കമൻറ്റിൽ. നിങ്ങൾ ആരും കമൻറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ, കമൻറ്റ് ബോക്സൊക്കെ പിന്നെ എന്തിനാണ്, അങ്ങോട്ട് കമൻറ്റ് ഇട്. ഓക്കെ, അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ഷെയർ കമൻറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാനിതെല്ലാം പാക്ക് ചെയ്തൊക്കെ വെക്കട്ടെ കേട്ടോ, അപ്പോൾ വരുമ്പോഴത്തേക്കും ഇല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കും. ഓക്കെ, നമുക്കിത് പാക്ക് ചെയ്ത് വെച്ച് ആ ബോക്സും ഇതിനകത്തെല്ലാം ഐറ്റംസാണ് നമ്മൾ അരിഞ്ഞ് വെച്ച ഐറ്റമാണ് ആ ബോക്സിലിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വേണ്ടുന്നതനുസരിച്ച് നമ്മളത് പൊടിച്ച് യൂസ് ചെയ്യും. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.